അസ്സലാമു അലൈക്കും. ഇന്ന് വളരെയധികം ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു കമൻറ്റ് ഞാൻ കാണാണ്ടായി. നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ പറയുന്ന കേട്ടിട്ടുണ്ട്, സാമ്പത്തികമായിട്ട് വല്ലാത്തൊരു വിഷമത്തിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പോലും ഒരു വഴി മുമ്പിലില്ല, എന്താ ചെയ്യേണ്ടത് അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അനിയത്തിമാരൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്യാറുണ്ട്. കഴിയുന്ന ആളുകൾക്കൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്, ചെയ്യേണ്ട അമലുകളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ ഒരു കമൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാതെ അത്ഭുതപ്പെടുത്തിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്ത് തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവരുടെ ആ ഒരു കടം എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ടിനെ അവരുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും നീക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു ദിക്റായിരിക്കുമല്ലേ ഇത്. അത്രയും എഫക്റ്റീവ് ആയിരിക്കൂലേ ഇതിൻ്റെ ആ ഒരു ശ്രേഷ്ഠത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു കമൻറ്റ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം ഇൻഷാ അള്ളാഹ്. റബ്ബ് നമുക്കതിന് വേണ്ടിയിട്ട് തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടല്ലേ. ഞാൻ ഓരോ ദിവസം വീഡിയോസ് ഇടുമ്പോഴും എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ നിത്യം കമൻറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്, സമ്പത്തിൽ ഒരു ബറക്കത്തില്ല, സമ്പത്ത് എത്ര തന്നെ കയ്യിൽ കിട്ടിയാലും അത് ഏതിയെ പോകുന്നത്, അല്ലെങ്കിൽ സമ്പത്ത് ഏതിനെയാണ് ചിലവാകുന്നത് എന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റണില്ല, കയ്യിൽ പണം എത്തുന്നുണ്ട് പക്ഷെ അത് എന്താണ് ആകുന്നത് എന്നറിയാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കമൻറ്റ് വല്ലാതെ നമുക്ക് അത്ഭുതപ്പെടുത്തി പോകുന്ന ഒരു കമൻറ്റാണ്, ഒരു ഇത്താൻ്റെ കമൻറ്റാണ്. ഞാനിതിവിടെ പറയാം ഇൻഷാ അള്ളാഹ്. ഇത് കേട്ടപ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനം തോന്നിയിട്ടുണ്ട്. അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ് ഞാനിന്ന് അനുഭവിച്ചിട്ടുള്ളത് അല്ലേ. സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രയാസങ്ങളിലായിരുന്നു എൻ്റെ കുടുംബം. എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കൂട്ടുകുടുംബമൊക്കെ കഴിയുമ്പോൾ എല്ലാവർക്കും നല്ല വരുമാനമൊക്കെ ഉണ്ടാകുമ്പോൾ തൻ്റെ ഭർത്താവിനും തനിക്കും കൂടുതൽ വരുമാനമൊന്നും ഇല്ലാതെ, കാരണം ഭർത്താവ് ഇങ്ങനെ സാധാ ജോലികളൊക്കെ ചെയ്ത് നടക്കുന്ന ആളുകളാണ്. അവരുടെ സമ്പത്തിലൊരു ബർക്കത്തില്ലാത്ത പോലെ കിട്ടുന്ന പൈസയൊക്കെ നമുക്ക് ചിലവായി പോകുക, കയ്യിൽ നിൽക്കാതെ വരുന്നൊരവസ്ഥയായിരുന്നു. ആ ഒരു ടൈമിൽ ഒരുപാട് കടം വാങ്ങിയിട്ടുണ്ട്. തൻ്റെ ഇളയച്ചന്മാരുടെ അടുത്തുനിന്നും മൂത്തച്ഛന്മാരുടെ അടുത്തുനിന്നും അതേപോലെ തന്നെ തൻ്റെ നാത്തൂന്മാരുടെ അടുത്തുനിന്നും എളാപ്പ മൂത്താപ്പാരുടെ അടുത്തുനിന്നും ഇങ്ങനെയൊക്കെ കടം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നീട് അവരുടെയൊക്കെ മുമ്പിൽ ചെല്ലുമ്പോൾ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു മനസ്സിൻ്റെ ഉള്ളിൽ. എന്താ ചെയ്യുക, കാരണം നമുക്ക് തന്നെ ഒരു മട്ടിപ്പ് തോന്നുന്നൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പലരോടും കടം വാങ്ങിയിട്ടില്ലേ ദിവസങ്ങൾ ഓരോന്നും മുന്നോട്ട് പോകുന്നത് ഒരു സമാധാനമില്ലാത്തൊരവസ്ഥയിൽ കൂടെ എന്ന് ഞാനൊരു ദിക്കറിനെ കണ്ടത്. ആ ഒരു സമയത്ത് ഞാനൊരു ദിക്കറിനെ തട്ടി മാറ്റി. കാരണം ഒരുപാട് ദിക്കറുകൾ കടം വീടാനാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ മുമ്പിൽ ഇപ്പം എത്തും. ഈ ഒരു ഫോൺ തുറന്നിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലെ ദിക്കറുകൾ, ദുആകൾ, ആയത്തുകൾ ഇതൊക്കെ നമ്മളുടെ മുമ്പിൽ വരുന്നതാണല്ലേ. അപ്പോൾ അങ്ങനെയാണെന്ന് വിചാരിച്ച് ഞാൻ അന്നത് തട്ടി മാറ്റി. പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സജഷൻ ലിസ്റ്റ് ഇങ്ങനെ നോക്കിയ ടൈമിൽ, നോട്ടിഫിക്കേഷൻ്റെ ആ ഒരു ഇതിങ്ങനെ നോക്കിയ ടൈമിൽ എനിക്ക് ഈ ഒരു ദിക്റിനെ വീണ്ടും എൻ്റെ കയ്യിൽ കിട്ടി. അപ്പം ഞാൻ എന്താണെന്ന് ഒന്നറിയാൻ വേണ്ടി ഇതിനെ ഒന്ന് കേട്ട് നോക്കി. ഈ വീഡിയോ ഞാനൊന്ന് കേട്ട് നോക്കിയ ടൈമിൽ എനിക്ക് തോന്നി ഞാനിത് ചെയ്തിട്ടുണ്ടെങ്കിലോ ചിലപ്പോൾ എൻ്റെ ഈ ഒരു പ്രശ്നമൊക്കെ മാറാൻ അതൊരു വഴിയാകൂലേ എന്നെൻ്റെ മനസ്സിൽ തോന്നി. ആ ഒരു ടൈമിൽ ഞാൻ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ അന്ന് മുതൽ ഞാൻ തീരുമാനിച്ചു ഒരു കുറച്ചെണ്ണം ഞാനിത് മുടങ്ങാതെ ചെല്ലുകയാണ് എന്നുള്ളത്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ചെല്ലി തുടങ്ങി കുറച്ച് ദിവസങ്ങൾ, വിരലിലെണ്ണാവുന്ന ദിവസങ്ങളെ ഞാൻ അത് ചെല്ലിയിട്ടുള്ളൂ. ആ ഒരു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോരോ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. നമ്മളെങ്ങനെയാണെന്ന് പറയാം, പ്രതീക്ഷിക്കാത്ത രീതിയിൽ എൻ്റെ കയ്യിൽ പണം എത്തുന്നുണ്ട്. കാരണം പണം കൂടുതൽ ചിലവായി പോകുന്നില്ല, എനിക്ക് സേവ് ചെയ്യാൻ എൻ്റെ കയ്യിൽ പണം കിട്ടുന്നുണ്ട്. ആ രീതിയിലെത്തി തുടങ്ങി. പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടങ്ങൾ ഓരോന്നായിട്ട് എനിക്ക് വീട്ടാനുള്ള അവസരം വന്നു. എൻ്റെ ഭർത്താവിൻ്റെ കടങ്ങളൊക്കെ വീട്ടാൻ ഞങ്ങൾക്ക് സാധിച്ചു. തൻ്റെ ഇളയച്ചന്മാരുടെ അടുത്ത് നിന്നായിക്കോട്ടെ, മൂത്തച്ഛന്മാരുടെ അടുത്ത് നിന്നായിക്കോട്ടെ, തൻ്റെ കുടുംബക്കാരിൽ നിന്നായിക്കോട്ടെ, അവരിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുള്ള പണങ്ങൾ അവർക്കൊക്കെ തിരിച്ചു കൊടുക്കാൻ സാധിച്ചു. അവരുടെ മുമ്പിൽ അന്തസ്സോടെ നിൽക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഭർത്താവിന് കൂടുതൽ വരുമാനം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. വീട്ടിലെ പ്രയാസങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ പ്രതിസന്ധികളൊക്കെ ആയിക്കോട്ടെ, ഇതൊക്കെ പതിയെ കുറയാൻ തുടങ്ങി. അള്ളാൻ്റെ കരുണ എത്ര മഹത്താണെന്ന് ഞാൻ നേരിട്ട് ആ ഒരു സംഭവത്തിൽ നിന്ന് അനുഭവിച്ചറിഞ്ഞു. കാരണം ആ ഒരു ദിക്റിനെ അന്ന് ഞാൻ തട്ടി മാറ്റി പോയിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതം ഒന്നും അല്ലാതായി തീർന്നിരുന്നില്ലേ എന്നുള്ളത് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് പേടി തോന്നും. കാരണം ആ ഒരു അവസ്ഥയിൽ ഞാൻ നിന്നിരുന്ന ആ ഒരു സമയം, ഞാനങ്ങനെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ ചിലവുകൾ, പ്രാരാബ്ദങ്ങൾ, ഇതൊക്കെ എൻ്റെ കുട്ടികൾ എങ്ങനെയാണ്
അവരുടെ ആ ഒരു ഇടയിൽ നിന്നിട്ട് തീർക്കുക. കാരണം ചെറിയ കുട്ടികളാണ്, വളർന്നു വരുന്ന കുട്ടികളാണ്, അവർക്കും അതിൻ്റെ ആ ഒരു വെറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകൂലേ എന്നെൻ്റെ മനസ്സിൽ വല്ലാത്ത പേടിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഞാൻ. അങ്ങനെ ആത്മാർത്ഥമായിട്ടേ നമ്മൾ എന്ത് കാര്യമായിക്കോട്ടെ, എന്ത് കാര്യം നമ്മൾ റബ്ബിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം അമലുകളെ നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് അനുഗ്രഹങ്ങൾ നൽകും. അതുകൊണ്ടാണ് ഈ ഒരു അനുഭവം ഞാനിവിടെ മറ്റുള്ളവരായിട്ട് പങ്കുവെക്കാം എന്ന് വിചാരിച്ചത്. ആരെങ്കിലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിലുള്ള ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, അതൊരിക്കലും നിങ്ങൾ കൈവിടാതിരിക്കാറ്റില്ലേ. ദ്വയും ദിക്റും നമ്മൾ സ്ഥിരമായിട്ട് ചൊല്ലുക, ഹലാലായിട്ടുള്ള മാർഗത്തിൽ നമ്മൾ പരിശ്രമിക്കുക, പടച്ചവനോട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ദുആ ചെയ്യുക. നമുക്ക് കഴിയുന്ന ദിക്റുകൾ, ദുആകൾ ഇതൊക്കെ നമ്മൾ മറന്നു പോകാതെ അല്ലെങ്കിൽ ഒരു ഇടവിടാതെ രീതിയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് കുറച്ചൊരു പണം ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മൾ റബ്ബിനെ മറന്ന് കൂത്താടി നടന്നിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു ആവശ്യം വരുന്ന ടൈമിൽ മാത്രം പടച്ചോനെ ഓർത്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പ്രതിസന്ധി ഘട്ടത്തിൽ ഇരിക്കുമ്പോഴും പടച്ചോനും നമ്മുടെ അടുത്ത് തിരിച്ച് ആ രീതിയിലായിരിക്കും എന്നൊന്ന് ഓർക്കുക. എങ്കിലും റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് ഓരോ ഇബാദത്തും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറില്ലേ. അപ്പോൾ ഈ ഒരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നിയിട്ടില്ലേ. നമ്മുടെയൊക്കെ മുമ്പിൽ കൂടെ വരുന്നതാണ് അത്തരത്തിൽ ഓരോ ദിക്റുകളും. അപ്പോൾ ഈ ഒരു ദിക്റ് നമുക്ക് ഏതാണെന്ന് നോക്കിയാലോ ഇൻഷാ അല്ലാഹ്. നമുക്കതിന് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകളൊന്ന് ലൈക്ക് ചെയ്ത് വെക്കണം എന്നൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക് ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യാം. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കാറില്ലേ. കാരണം നമ്മൾ ഇത്തരത്തിലിടുന്ന അനുഭവങ്ങളായിക്കോട്ടെ, കാര്യങ്ങളായിക്കോട്ടെ, വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നിങ്ങളടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഏതാണ് ആ ഒരു ദിക്റ് എന്ന് കൂടെ നോക്കിയിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാട്ടില്ലേ ഇൻഷാ അല്ലാഹ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാ. ഇതാണ് ആ ഒരു ദിക്റായിട്ട് വന്നിട്ടുള്ളത്. അവരെങ്ങനെയാണ് ചൊല്ലിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു അമലിനെ നീയത്ത് വെച്ചു. ഞാനൊരു 12,000 തവണ ഈ ഒരു ദിക്റിനെ ചൊല്ലാൻ നീയത്ത് വെക്കാണ്. റബ്ബേ എൻ്റെ ആവശ്യം നേടിത്തരണേ എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിൽ അവർ നീയത്ത് വെക്കുകയും ചൊല്ലി തുടങ്ങുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് നമുക്കും ഇത്തരത്തിൽ നമ്മളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു പ്രതിസന്ധി നീങ്ങണം എന്ന് വിചാരിച്ചിട്ട്, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് മാറണം എന്ന് വിചാരിച്ചിട്ട് നമുക്കും നിയ്യത്ത് വെക്കാം. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കൂല എന്നാണെങ്കിൽ നമ്മൾ സുബഹ് നിസ്കാര ശേഷം 100 തവണ ഈ ഒരു ദിക്റിനെ നമ്മൾ പതിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ രീതിയിൽ ചെയ്താലും നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ റബ്ബ് സുബ്ഹാനഹു തആല നീക്കി തരിക തന്നെ ചെയ്യും. കുറച്ച് ദിവസം നമ്മളുടെ രാവിലെ ടൈമിൽ ഒരു 100 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാ എന്ന് ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ റബ്ബ് നടത്തി തരും, നമ്മുടെ പ്രയാസങ്ങളൊക്കെ റബ്ബ് നേരെയാക്കി തരും. ഇപ്പോൾ സമ്പത്ത് നമ്മളെ ഏത് രീതിയിലാണ് കുടുക്കിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും ആ കുടുക്കത്തെ മാറ്റിയിട്ട് ഹൈറായിട്ടുള്ള സമ്പത്ത്, ഹലാലായിട്ടുള്ള സമ്പത്ത് റബ്ബ് നമുക്ക് നൽകും. അപ്പോൾ ഇനി 100 വട്ടം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണെങ്കിൽ ഒരു 33 തവണയെങ്കിലും ഈ ഒരു ദിക്റിനെ ചൊല്ലാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. ചെയ്യുമെന്ന് ഉറപ്പുള്ള ആളുകളൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. ഇൻഷാ അല്ലാഹ്. നല്ലൊരു വിഷയമായിട്ട് കാണാം. ദുആ വസിയത്തോടു കൂടെ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.